check. Hallelujah. Check, check. Hallelujah. 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 Praise the Lord. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആക്ച്വലി എനിക്ക് അറിയില്ല ഞാൻ സാക്ഷി കംപ്ലീറ്റ് ചെയ്യുമെന്ന്. ബിക്കോസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും എൻ്റെ സാക്ഷി എഴുതി അയച്ചായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആകും. ബിക്കോസ് ദൈവം എന്നെ നടത്തിയ ഓരോ വഴികൾ ഓർക്കുമ്പോൾ ഒന്നുമില്ലാതെടുത്ത് നിന്ന് എന്നെ ഉയർത്തി. ദൈവം ഇത്രയും അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം. ഞാൻ ഇതിനൊന്നും യോഗ്യയല്ല. കർത്താവിനെ ഞാൻ ചോദിച്ചാലും നിനച്ചാലും അത്യന്തപരമായി നടത്തി ഇതുവരെ ഉയർത്തിയ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ 3 മാസത്തിന് മുന്നേ ഞാൻ വന്നിട്ട് പോയി. അപ്പം ഞാൻ പോകുമ്പോൾ ഫ്ലൈറ്റ് മൊത്തം കരഞ്ഞിട്ടാണ് പോയത്. ബിക്കോസ് ഞാൻ ഫാമിലി വിട്ടിട്ട് പോകണോ, താമസിക്കാൻ ഞങ്ങൾക്കൊരു സ്ഥലമില്ല. ബിക്കോസ് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളെല്ലാം വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരു താമസിക്കാൻ പോലും സ്ഥലമില്ല. ഫാമിലിയെ വിട്ടിട്ട് പോകണം, അവർക്കും ഇരിക്കാൻ ഒരു സ്ഥലമില്ല. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് ഫുള്ള് കരഞ്ഞു. എല്ലാവരും എൻ്റെ അടുത്തുള്ള എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഞാൻ ഫുള്ള് മനസ്സ് കരഞ്ഞിട്ടേ പോയി. ഇവിടുന്ന് സിംഗപ്പൂർ ഇറങ്ങണവരെയും കരഞ്ഞു. അടുത്ത് അങ്ങ് പോയി എന്നെ അവിടുത്തെ ചർച്ചിലെ പാസ്റ്റർ വന്ന് വിളിച്ചിട്ട് പോയി. അപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട്, അവിടെ പോയാൽ എൻ്റെ റൂംമേറ്റില്ല, ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിലാണ് താമസിക്കണേ. എൻ്റെ റൂമിൽ വേറെ ആരുമില്ല. ബട്ട് നല്ല റൂമൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാനും, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനൊക്കെ ഒത്തിരി സമയമുണ്ട്. അവിടെ പോയിപ്പോൾ അവിടുത്തെ ഓണറും ഇല്ല, അവർ നാട്ടിൽ പോയിക്കോ. അന്ന് വൈകുന്നേരം എനിക്ക് താങ്ങാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തിരിച്ചു പോയാലോ. എൻ്റെ മനസ്സ് ഫുൾ അങ്ങനെ പറയുക. ബിക്കോസ് ലയണല്ലേ വിട്ടിട്ട് പോയി. ഒരേ വിഷമം. എൻ്റെ നെഞ്ചെല്ലാം ഈ ലെഫ്റ്റ് സൈഡിൽ നെഞ്ചെല്ലാം ഒരുമാതിരി പിടിക്കണ മാതിരി അല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തേലും ആവുമോ, എനിക്ക് സ്ട്രെസ് കൊണ്ട് താങ്ങാനേ പറ്റില്ല. അപ്പം ഞാൻ വീട്ടിലോട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ തിരിച്ചു പോകണം, എനിക്ക് പറ്റില്ല, എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം ചേട്ടൻ പറഞ്ഞു നീ എങ്ങനെയെങ്കിലും പിടിച്ചു നില്ല്, ദൈവം നമ്മളെ നടത്തും, അങ്ങനെ പറഞ്ഞിട്ടേയിരുന്നു. അതുപോലെ എനിക്ക് 1-ാം തീയതി കിട്ടിയ വചനം, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു എന്നുള്ള വചനമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ ഇരുന്നു. പിന്നെ ഞാൻ ഒരു ആഴ്ച ജോലിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ചങ്ങ് മനസ്സൊരു സമാധാനമായി. ഓക്കെ, എനിക്കും ഓക്കെ, എന്തായാലും ഞാൻ എന്തെങ്കിലും ചെയ്യണം ഇത് വീടിന് വേണ്ടി. അപ്പം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ഇവിടെ വന്നപ്പോൾ, ലാസ്റ്റ് ടൈം വന്നപ്പോൾ കുറേ വീടൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് അത്രയും ലോൺ കിട്ടത്തില്ല. അങ്ങനെ റിജക്റ്റ് ആയിട്ടാണ് പോയത്. അവിടെ പോയി കഴിഞ്ഞ് പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഫോൺ വന്നു, ലോൺ കിട്ടും, ഒന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാക്ഷി. ഞങ്ങൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും, ഞങ്ങൾക്ക് ഓലപ്പുരയിലാണ് ജനിച്ചതെങ്കിലും സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ പോയപ്പോൾ 5 വീട്ടിൽ മാറി മാറി താമസിച്ചു. വാടകയ്ക്കാണ് താമസിച്ചത്. അതിൽ 4ാമത്തെ വീട്ടിൽ ഞങ്ങളെ ഓണറുമായിട്ട് പ്രോബ്ലം മീൻസ് ഞങ്ങൾക്ക് അവിടെ നിന്ന് വേറൊരു വീടിന് വേണ്ടി പാസ്റ്ററിൻ്റെ വീട് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിരുന്നത് കൊണ്ട് അവർക്ക് ഞങ്ങളെ വിടാൻ ഇഷ്ടമില്ല. സോ അവർ ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടണം. അതിനുവേണ്ടി 50 ദിവസം ഞങ്ങൾ വീടില്ലാതിരുന്നു. അപ്പോൾ എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലാണ് താമസിച്ചത് ബാംഗ്ലൂർ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു കുഞ്ഞൊരു വീട് വാങ്ങിക്കണം, ഒരു റൂമും ഒരു ഹാളും ഒരു കിച്ചണുള്ള ഒരു വീട് വാങ്ങിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയാണ് എനിക്ക് നല്ലൊരു ജോലിയായിരുന്നു ബാംഗ്ലൂർ, നല്ലൊരു പോസ്റ്റിലിരുന്ന ജോലി വിട്ടിട്ട് ഞാൻ റിസൈൻ ചെയ്ത് സിംഗപ്പൂരിന് പോയത്. അതേ എൻ്റെ മനസ്സിലെൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞങ്ങളൊരു ചെറിയ വീടിന് വേണ്ടി ആഗ്രഹിച്ചെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം ഞങ്ങൾക്ക് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി യേശപ്പ ഞങ്ങൾക്ക് നല്ലൊരു വീട് തന്നു. അതിനുള്ള ആക്ച്വലി എല്ലാവരും വിചാരിക്കും, ബിക്കോസ് ഞാൻ സിംഗപ്പൂർ പോയിട്ട് ഇപ്പോൾ ഒരു 10 monthsേ ആവുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് കുറേ പേരൊക്കെ
ഫോറിൻ ലൈഫിലുള്ളവർക്ക് അറിയാം. ഫസ്റ്റ് മന്ത്ത്തെ ഒരു 6 month സ്ട്രഗിൾ. നമ്മളെങ്ങനെ, നമ്മളടുത്ത് കാശൊന്നും ഉണ്ടാവില്ല, എല്ലാം അവിടെ തന്നെ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ എങ്ങനെയെല്ലാം നടക്കും, എല്ലാം എനിക്ക് ഇത്രയും കാശ് ഞാൻ എങ്ങനെ ഉണ്ടാക്കും, അതൊക്കെ എൻ്റെ ഒരു ചിന്തയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വീട് വാങ്ങിയതിൻ്റെ 1% പോലും ഞങ്ങളുടെ കയ്യിൽ കാശില്ലായിരുന്നു. ബട്ട് ദൈവം എല്ലാ കാര്യങ്ങളും, എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് എല്ലാ കാര്യങ്ങളും രജിസ്ട്രേഷൻ വരെ നമ്മൾ ആഗ്രഹിച്ചതിലും അതിനപ്പുറമായി നേരത്തെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ആക്ച്വലി 3 മാസത്തിന് രജിസ്ട്രേഷൻ കൊടുത്തിരുന്നത് 1 മാസം ആയപ്പോഴേ രജിസ്ട്രേഷൻ ചെയ്യുവാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ദൈവം സഹായിച്ചു. ഒന്നും ഞങ്ങളുടെ കഴിവോ മിടുക്കോ അല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപ മാത്രം. യേശപ്പ എന്നോട് കൂടെ ഇരുന്ന് ഞാൻ ഫസ്റ്റ് ഫാമിലിയായിട്ട് ഒരുമിച്ചിരിക്കണം അങ്ങനെയെല്ലാം വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, കരഞ്ഞുവെങ്കിലും എനിക്കറിയാം ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവം ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് കറക്റ്റായിട്ട് ഓരോ പടിയായി ദൈവം നമുക്ക് എന്ത് വേണോ അത് ഫസ്റ്റ് തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ ഇന്ന് സ്പെഷ്യൽ ഡേ. ഫസ്റ്റ് ഞാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന് ഫസ്റ്റ് തൊട്ടേ ഞാൻ കരഞ്ഞിട്ടായിരുന്നത്. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫുള്ള് കരഞ്ഞിട്ടാ പോയത്. ആരാധന കഴിഞ്ഞ് ഫ്ലൈറ്റ് ഫുള്ള് കരഞ്ഞിട്ടാ പോയി. ഇപ്രാവശ്യം എനിക്ക് സന്തോഷത്തോടെ വരുവാൻ ദൈവം സഹായിച്ചു. അതുമല്ല, ഫസ്റ്റ് ഞാൻ ഇവിടെ ഫസ്റ്റ് ഫാമിലിയിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പം ഇവിടെ എല്ലാവരും ഒരു പേരിട്ടു, ആത്മനേസർ നോവ ഫാമിലി. 8 പേര്, ഇവർ 7 പേരുണ്ടായിരുന്നു. സോ ഞാനും കൂടെ വന്നപ്പോൾ 8 പേരായി. അപ്പം ഞങ്ങളുടെ കല്യാണ ആൽബത്തിലും അത് എഴുതിയിട്ടുണ്ട്, ആത്മനേസർ നോവ ഫാമിലി എന്ന്. ഇന്ന് 22 പേരായിട്ട്. അതുപോലെ ഇത്രയും ഒത്തിരി വിശ്വാസ മക്കളെ ഇതുപോലെ കണ്ടത് തന്നെ ഒരു ഭാഗ്യമാണ്. അതൊരു ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം നമ്മളെ സത്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി നമ്മൾ എത്ര നിൽക്കുന്നുവോ അത്രയും ദൈവം നമ്മൾ അനുഗ്രഹിക്കും. അതിന് ഞങ്ങളെ ഒരു സാക്ഷിയാണ്, ഞങ്ങളുടെ ഫാമിലി അതിനുവേണ്ടി ഒരു സാക്ഷിയാണ്. ഇനിയും ഞാൻ ചേട്ടൻ പറയും. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. വசனத்திலே 2 சாமுவேல் 7ஆம் அதிகாரத்திலே 18ஆம் வசனத்தில் 18 வாசிக்கும்போது தாவீது சொல்கிறார், கர்த்தராகிய ஆண்டவரே தேவரீர் என்னை இதுவரைக்கும் கொண்டு வந்ததுக்கு நான் எம்மாத்திரம், என் வீடும் எம்மாத்திரம். கர்த்தராகிய ஆண்டவரே, இது இன்னும் உம்முடைய பார்வைக்கு கொஞ்சமாக இருக்கிறது என்று கர்த்தராகிய ஆண்டவராக இருக்கிற தேவரீர் உம்முடைய அடியானுடைய வீட்டை குறித்து வெகு தூரமாக காலத்து செய்திய மனுஷ முறைமையாக சொன்னீரே. இந்த வசனம் கடந்த நாட்களை தொடர்ச்சியை நான் வாசிக்கும்போது இந்த வசனம் எனக்கு வாசித்தேன். ஒரே ஒரு ஸ்டேட்மெண்ட்டில் சொல்ல முடியும், உண்மையிலே நீங்கள்லாம் எல்லாருக்கும் கர்த்தர் வீடு கொடுத்துருக்கிறார், கண்டிப்பாக வீடு தருவார் இல்லையா? எங்களுக்கு வீடு கிடைச்ச சந்தோஷம், நான் உண்மையை சொல்லுவேன், வீடு கிடைச்ச சந்தோஷத்தை விடையும் நாங்கள் தேவனாக நடத்தப்படுகிறோம் சந்தோஷம் எங்களுக்கு அதிகமாக இருக்குது. ஒரு மனுஷன் இந்த பூமியில இருக்கும்போது தேவன் அவனோடு கூட இருந்தார், என்னெல்லாம் செய்வார் என்கிறதுக்கு நாங்கள் ஒரு சாட்சி. நாங்கள் 2 பேர் பெங்களூரில் வேலை பார்க்கும்போது நல்லா சம்பாதிச்சோம், இல்லைன்னு சொல்ல, நிறைய சம்பாதிச்சோம், நிறைய உதவிகள் செஞ்சோம், நிறைய ஊழியங்களை தாங்கினோம். ஆனால் எங்களுக்கு சொந்தமான ஒரு வீடு எங்களால் வாங்க முடியலை. எனக்கு எப்பெல்லாம் வேலை இல்லாமல் நான் இருக்கிறேனோ அப்பெல்லாம் ஏசப்பாவுடைய கிரியை நான் உணர்ந்திருக்கிறேன். நான் முதலாவது கார் வாங்கும்போது அந்த டைம் எனக்கு வேலை இல்லை. அதே மாதிரி இப்போ ஒரு வீடு வாங்கும்போது நான் இப்போ கிட்டத்தட்ட ஒரு 7-8 மாதமாக நான் வேலை இல்லாமல் தான் இருக்கிறேன். என் மனைவி தான் வேலை செய்கிறாங்க. அப்போ நான் யோசிப்பேன், நம்முடைய திராணியோ, நம்முடைய பலனோ, நம்முடைய ஆசைகளோ இல்லை, ஏசப்பாவுடைய சித்தத்தின்படி நடக்கும். ஹல்லேலூயா. இது எப்படி ஆகும் நான் நினச்சி கூட பார்க்கல. ஆக்சுவலி நாங்கள் சிங்கப்பூரில் செட்டிலாக தான் நாங்கள் ஆசைப்பட்டோம். அங்கே வீடு வாங்கி அங்கே செட்டில் ஆகலாம், இந்தியாவுக்கு இனி வேண்டாம் அப்படின்னு தான். ஆனால் இங்கே வந்த பிறகு சில காரியங்களை யோசிக்கும்போது, நம்ம பிறந்தது இந்தியா, நம்மளை ஏசப்பா இந்தியாவில் சித்தத்தோடு வைத்திருக்கிறார், கண்டிப்பாக இந்த இந்தியாவில் தான் இருக்கணும் அப்படின்னு சொல்லி நாங்கள் ஜோம் பண்ணி கொண்டிருந்தோம். ஆனால் வீடு வேண்டும் என்று சொல்லும்போது அநேக வீடுகளை பார்த்தோம். இந்த வீடு நாங்கள் எதிர்பார்க்கவே இல்லை. எல்லா ஒய்ஃப் சொன்ன மாதிரி எல்லா தேவைகளை ஏசப்பா சந்த ஒரு கடன் வாங்காத அளவுக்கு எல்லாவற்றையும் ஏசப்பா சந்தித்திருக்கிறார். இதுவரைக்கும் எங்களை கொண்டு வந்தவர் கண்டிப்பாக இனிமேல் நடத்துவார் என்ற விசுவாசம் எனக்கு அதிகமாக இருக்கிறது. ஹல்லேலூயா. எல்லா புகழும் எல்லா கனமும் எல்லாம் என் ஏசப்பாவுதான். ஹல்லேலூயா. நாங்கள் சாட்சிகள் என்பது சொல்றது காரணம், உங்களுடைய வாழ்க்கையிலும் இந்த தேவைகள், இப்படிப்பட்ட தேவைகள் வரும்போது நீங்கள் ஏசப்பாவை மாத்திரம் சார்ந்து கொள்ளுங்க.
உங்கள் உலகத்தின் காரியத்தையோ பலத்தையோ உங்கள் சிந்தையோ நீங்கள் சார்ந்து கொள்ளாதீங்க. அவருடைய சமூகத்திலே நீங்கள் காத்திருங்க. அது ஒரே ஒரு காசு சொல்லிவிட்டு நான் முடிக்கிறேன். நாங்கள் ஃபேமிலியாக அப்பா அம்மா, என்னுடைய மூத்த சகோதரன், ரெண்டாவது சகோதரன், என்னுடைய ரெண்டாவது சகோதரி இங்கே போன 2 மாதம் இங்கே இருக்கும்போது நாங்கள் குடும்பமாக இந்த ஆலயத்தில் எங்கே வந்து ஜெபம் பண்ணோம். நிறைய காரியங்களுக்காக நாங்கள் ஜெபம் பண்ணோம். ஜெபம் பண்ணும்போது ஏசப்பா சொன்ன காரியம், நிறைய காரியம் உங்களுக்கு நான் செய்வேன், நிறைய வைத்திருக்கிறேன். எனக்கு நீ செய்ய வேண்டிய காரியம்னா இதுவரைக்கும் செய்த எல்லாத்துக்கும் நீ நன்றி மாத்திரம் செலுத்து அப்படி என்று. ஹல்லேலூயா. நாங்கள் நன்றிகளை மாத்திரம் தான் செலுத்தினோம். ஏசப்பா எங்களுக்கு புது வழிகளை திறந்தார். அதே போல் உங்களுக்கு உங்கள் குடும்பத்திலே நீங்கள் இணைந்து புருஷன் மனைவி பிள்ளைகளாக நீங்கள் இணைந்து குடும்பமாக நீங்கள் உபவாசத்தோடு அவருடைய சமூகத்திலே காத்திருந்து எந்த விண்ணப்பம் எடுத்து பாருங்க, கண்டிப்பாக ஏசப்பா உங்களுக்கு ஜெயத்தை தருவார். ஹல்லேலூயா. கண்டிப்பாக எல்லா ஆசீர்வாதங்களும் ஏசப்பா வைத்திருக்கிறார். அதின் காலத்திலே எல்லாவற்றையும் நேர்த்தியாய் செய்கிறவர் நம்முடைய தேவன். ஹல்லேலூயா. கடைசியாக ஃபார்மலாக நான் உங்களுக்கு ஒரு இன்வைட் பண்ணுறேன். இதுதான் அந்த வீடு, கர்த்தர் கொடுத்த வீடு. நீங்கள் என்ன செய்யுங்க, நாளைக்கு இதோடைய பிரதிஷ்டை ஏசப்பா எங்களுக்கு கொடுத்த ஏசப்பாவுடைய வீடு அப்படி நான் சொல்லுவேன். வாங்க, ஆசீர்வதிங்க.